എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ഒറ്റയ്ക്ക് ഇപ്പോഴും ഞാൻ ഒരുപാട് മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് എറണാകുളം മുതൽ കോട്ടയം മുതൽ പല സ്ഥലത്തും പോകാറുണ്ട്. ഒരു കാറിലായിരിക്കും പോവുക. അപ്പോൾ ഈ പറയപ്പെട്ട ഈ കാർ ഡ്രൈവറെയൊക്കെ നമുക്ക് നല്ല വിശ്വാസമുള്ളവരായിരിക്കും. അവരെ നമുക്കൊരു അപകട സൂചനയുമില്ല. എങ്കിലും എവിടെയെങ്കിലും നിർത്തി ആ ഡ്രൈവർ തന്നെ ഒരു കാപ്പി കുടിക്കാനോ എന്തിനെങ്കിലും ഇറങ്ങി, അതുമല്ലെങ്കിൽ ഡ്രൈവറും ഞാനും മാത്രമേ ഉള്ളൂ എന്ന് കാണുന്നവര്, ഈ പറയപ്പെട്ട അതായത് ഈ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, മദ്യവും മയക്കുമരുന്നുമാണ് ഇവിടുത്തെ. അത് മാത്രവുമാണോ, നമുക്ക് അപകടം വരാൻ വേറെയും കാരണങ്ങളുണ്ട്. 40 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ രാപ്പാർക്കുന്നത്. അത് മാത്രമോ, അതോ അവരൊക്കെ അവരുടെ കൂടും കുടുംബവും ഒക്കെ നാട്ടിൽ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊക്കെ ഒരു ഇടവേളകളിലെ ഉന്മേഷമാണ് എന്ന് അവർ കാണുക ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് നാം എവിടെ പോയാൽ അപ്പൊ ഇപ്പോഴാണെങ്കിലും, അതായത് ഇപ്പോ ഈ പ്രായത്തിൽ പോലും ഞാൻ പുറത്തേക്ക് ഇങ്ങനെ മീറ്റിങ്ങുകൾക്കൊക്കെ ആയി പോയി രാത്രി 10 മണിയൊക്കെ ആവും തിരിച്ചെത്താൻ, ദൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്നൊക്കെ വരുന്ന അവസരത്തിൽ ഞാൻ ഇപ്പോഴും എനിക്ക് വേണ്ട ഡിഫൻസ് കരുതി തന്നെയാണ് പോവുക.